ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ SSLC റിസൾട്ടിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ ഇങ്ങനൊരു ലോങ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ എൻ്റെ SSLC ഫുൾ ജേർണിയുടെ എക്സ്പീരിയൻസ് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ ഒരു കുട്ടി, അങ്ങനെ കുറേ പേരിലൊന്നുമില്ല, ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സ്പീരിയൻസ് വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ ആ കുട്ടി പറഞ്ഞ സമയത്ത് എനിക്ക് ഇടാൻ പറ്റിയില്ല, ബിക്കോസ് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് എൻ്റെ ഒരു SSLC ജേർണീനെ പറ്റി നമുക്ക് പറയാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ SSLC 2025-26 ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. അതായത് ഇപ്പോൾ SSLC റിസൾട്ട് വന്ന് ഇരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കിട്ടി, അപ്പം അത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, അതിൻ്റെയൊക്കെ ഒരു ഷോർട്ട് വീഡിയോ ആണ്. ആൻഡ് ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ഉണ്ടാകാം. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞാനിരിക്കുന്ന മിക്ക വീഡിയോസും കുറച്ച് ലെങ്തി ആവാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരുപാട് യൂട്യൂബ് ചാനൽസൊക്കെ കാണുന്നുണ്ട്. അത് പറഞ്ഞാൽ ഇപ്പോൾ SSLCക്ക് ഇനി പോകുന്ന കുട്ടികളുടെയൊക്കെ. അപ്പോൾ അവരൊക്കെ ഇപ്പം തന്നെ വെക്കേഷനിൽ തന്നെ അങ്ങനെ സ്റ്റഡി വ്ളോഗ്സൊക്കെ ഇട്ട് 1-2 ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട്, പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ ഇരുന്ന് അങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ടതൊന്നുമല്ല. അപ്പം വെക്കേഷൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാമെന്നാണ് ഞാൻ പറയുക. ബിക്കോസ് നമുക്ക് നമ്മുടെ ആ ഒരു 10th ജൂണിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്കൊരു ബ്രേക്ക് എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ ഇപ്പം പറ്റുന്നത്രോളം എൻജോയ് ചെയ്യുക. അപ്പം അതാണ് പറയാനുള്ളത്. പിന്നെ ഞാനാണെങ്കിലും എൻ്റെ സീനിയേഴ്സിനെയൊക്കെ കണ്ടിട്ട് എല്ലാവരും 9th വരെ കുഴപ്പി നടന്ന ആൾക്കാർ വരെ 10th എത്തിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പഠിക്കാനുള്ളൊരു ഉന്മേഷമൊക്കെ കാണിച്ച് വെക്കേഷനിൽ തന്നെ പഠിച്ചു തുടങ്ങാറുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഞാനും ആ ഒരു വെക്കേഷനിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കുന്നു. പക്ഷേ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റീസൺസ് കുറേ ഉണ്ട്. ഞങ്ങളുടെ ടെക്സ്റ്റ് മാറിയതായിരുന്നു. അപ്പോൾ നമുക്ക് കയ്യിലേക്ക് ടെക്സ്റ്റ് കിട്ടിയത് തന്നെ മെയ് ലാസ്റ്റ് വീക്ക് ആ സമയമാകുമ്പോഴത്തേക്കായിരുന്നു. പിന്നെ ഞാൻ സൈലം അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജോയിൻ ചെയ്തത് ഏകദേശം ഒരു ഏപ്രിൽ ലാസ്റ്റ് വീക്കൊക്കെ ആയിട്ടാണ്. പക്ഷേ അതിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് മെയ് ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്കന്ന് ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലാസ്സൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല വെക്കേഷനിൽ. ഞാൻ പിന്നെ എൻ്റെ ഒരു റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിലായിരുന്നു വിരുന്ന് പോയേക്കായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ക്ലാസ്സൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 10th ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂണിൽ തന്നെയാണ്. ജൂൺ 1-നോ 3-നോ മറ്റെയാണ് സ്കൂൾ തുറന്നത്. അപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അല്ലാത്ത ഞാൻ വെക്കേഷനിൽ ഒന്നും പോലും പഠിച്ചിട്ടില്ല. ഈവൻ ബ്രിഡ്ജ് കോഴ്സ് പോലും ഞാൻ നേരെ ഒന്നും കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ജൂണിൽ സ്റ്റാർട്ട് ചെയ്തു. ജൂണിൽ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ഒക്കെ ആയതുകൊണ്ട് ഞാൻ 5 മണിക്കൊക്കെ എണീച്ച് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സൈലത്തിൻ്റെ അസ്ത്ര ബാച്ച് അസ്ത്ര 1.0 തന്നെയാണ് ഉണ്ടായിരുന്നു. അതിൽ ഏകദേശം ജൂൺ തുടങ്ങുമ്പോഴത്തേക്ക് 1-2 ചാപ്റ്റേഴ്സ് എല്ലാ സബ്ജക്റ്റിനെയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇംഗ്ലീഷിലെ നാച്ചു സാറിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് ആയിരുന്നു. അത് ഞാൻ ഇങ്ങനെ കണ്ടു. അതിൻ്റെ അർത്ഥവും കാര്യങ്ങളും ഓരോ വേർഡിൻ്റെയും അർത്ഥവും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചു. ഭയങ്കര അടിപൊളിയായിട്ട് നല്ല പ്രൊഡക്റ്റീവായിട്ട് തന്നെയായിരുന്നു ക്ലാസ്സൊക്കെ കാണുന്നുണ്ടായിരുന്നത് ആ ഫസ്റ്റ് ഡേ. എന്നിട്ട് ഞാൻ പിന്നെ എല്ലാ ചാപ്റ്ററും ഫുൾ അടിപൊളിയാക്കി കണ്ടു. 1-2 പാർട്ടാണ് ഞാൻ കണ്ടത്. അത് കുറച്ചും കൂടി പാർട്ടുണ്ട്. രാവിലെ ഞാൻ അത്രയാണ് കണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അതിലത്തെ എല്ലാത്തിൻ്റെയും നരേഷനും ക്യാരക്ടർ സ്കെച്ചും റൈറ്റപ്പും ഒക്കെ ഞാൻ എഴുതി അടിപൊളിയായിട്ട് ആ ചാപ്റ്റർ അടിപൊളിയായിട്ട് തീർത്തു. അങ്ങനെ പിന്നെ സ്കൂളിലൊക്കെ പോയി അങ്ങനെയൊക്കെ ആക്കി വൈകുന്നേരം വന്ന് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ പഠിക്കാനിരിക്കും. എന്നിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഫസ്റ്റൊന്നും വല്ലാണ്ട് പഠിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പഠിച്ചും വായിച്ചൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു കുറച്ച് നാൾ പോയിക്കൊണ്ടിരുന്നത്. കുറച്ച് നാൾ ഭയങ്കര പ്രൊഡക്റ്റീവായിരുന്നു. കാരണം ഫസ്റ്റൊക്കെ ആയതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ പഠിച്ച് അങ്ങനെ പോയി. ഞാൻ പിന്നെ വേറെ ട്യൂഷനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, ഓഫ്ലൈനും ഓൺലൈനൊക്കെ. ഞാൻ 9th വരെ വേറെ ഓഫ്ലൈനായിട്ട് എൻ്റെ ഒരു വെളിയമേനെയാണ് നമ്മൾ വീടുകളിലൊക്കെ എടുക്കില്ല, അതുപോലെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ട്യൂഷൻ സെൻറ്ററുകളിൽ അങ്ങനെ പോയിട്ടേ ഇല്ല. പിന്നെ എനിക്ക് ഇഷ്ടമല്ല പോകാൻ. അപ്പോൾ 10th ബുക്കൊക്കെ മാറുന്ന കൊണ്ട് അവിടെ നിർത്തി. അപ്പോൾ ഞാൻ പിന്നെ ട്യൂഷൻ സെൻറ്ററിലേക്ക് പോകാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തത് ഞാൻ പോയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈലത്തിൽ അതാണ് ചേർന്നത്. ഫസ്റ്റ് വീക്കും അതൊക്കെ ഫസ്റ്റ് മന്തൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോയി. പിന്നെ ഞാൻ അന്നന്നാൾ പഠിക്കുമോ ചോദിച്ചാൽ ഇല്ല. ബിക്കോസ് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് പഠിക്കുന്ന ഒരാളൊന്നും അല്ല. ഒരു
ആവറേജ് അല്ലെങ്കിൽ ഒരു എബവ് ആവറേജ്. പല സബ്ജക്റ്റിലും ചിലപ്പോൾ എബവ് ആവറേജ് ആയിരിക്കാം, പല സബ്ജക്റ്റിലും ആവറേജ് ആയിരിക്കാം. അങ്ങനെ പോകുന്നതാണ്. ഞാൻ ആകെ പഠിക്കുക സോഷ്യൽ മാത്രമാണ്. ബിക്കോസ് നമുക്ക് ടീച്ചർ പിറ്റേ ദിവസം പോയാൽ ചോദ്യം ചോദിക്കും, അടി കിട്ടും, ഇമ്പോസിഷൻ കിട്ടും. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് സോഷ്യൽ പഠിക്കും. വേറെ സബ്ജക്റ്റൊന്നും ഞാൻ അന്നാളൊന്നും പഠിക്കില്ല. പിന്നെ എനിക്ക് അങ്ങനെ പഠിച്ചാലും ഓർമ്മയൊന്നും കിട്ടില്ല. അവസാന നിമിഷമൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് പിന്നെയും പഠിക്കേണ്ടി വരും. അപ്പം ഞാൻ വല്ലാണ്ട് അങ്ങനെ പഠിക്കാറൊന്നുമില്ല. പിന്നെ നമ്മൾ ഓണം എക്സാമൊക്കെ ആയി. എക്സാം ആക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം എങ്ങനെയായിരുന്നു വെച്ചാൽ, നമ്മൾ ഫസ്റ്റൊക്കെ നല്ല പ്രൊഡക്റ്റീവായിട്ട് പഠിക്കുന്നുണ്ട്. ഓണം എക്സാമിന് ഭയങ്കര ബേർഡൻ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓണം എക്സാമിൻ്റെ ആ സമയത്തൊക്കെ പഠിച്ചു. പിന്നെ ഞാൻ 9th വരെ ഒരു തലേ ദിവസം പഠിക്കുന്നൊരു ഇതിലുള്ള ഒരാളായിരുന്നു. അപ്പോൾ 10th എത്തിയപ്പോൾ തലേ ദിവസം പഠിക്കുന്ന അങ്ങനെയല്ല, പഠിച്ചിട്ടുണ്ടാവും. തലേ ദിവസം ഒന്നും കൂടി ഒന്ന് നോക്കും. സൈലത്തിൻ്റെയും എജ്യൂപോർട്ടിൻ്റെയൊക്കെ ലൈവ് കാണും. പിന്നെ അതിന് മുമ്പൊക്കെ അവരിടുന്ന ലൈവൊക്കെ കാണും, മാത്സിനൊക്കെ. അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് ഓണം എക്സാമിന് വലിയ കുഴപ്പമില്ലാത്ത മാർക്കായിരുന്നു. ഫുൾ A+ എന്നൊന്നുമല്ല, ജസ്റ്റ് കുഴപ്പമില്ലാത്ത മാർക്കായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. 89, 90 അങ്ങനെ ഒരു പെർസെൻറ്റേജ് ആയിരുന്നു. 90 93 അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു എൻ്റെ പെർസെൻറ്റേജ്. അങ്ങനെ പിന്നെ ക്രിസ്മസ് എക്സാമായി. ക്രിസ്മസ് എക്സാം ആയപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഉഴപ്പാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കലോത്സവം, ശാസ്ത്രമേള അതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ 9th വരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് അതിനൊക്കെ. 10th പിന്നെ ഞാനൊന്ന് കുറച്ചു. ഞാൻ ശാസ്ത്രമേളയ്ക്കും കലോത്സവത്തിനൊക്കെ 1-2 പ്രോഗ്രാംസിനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും അതിൻ്റെ പേരിലും നമ്മൾ ക്ലാസ് കട്ട് ചെയ്തൊക്കെ നടക്കും. അങ്ങനെ ക്ലാസ്സിലൊന്നും കയറില്ല അങ്ങനെ. അപ്പോൾ നമ്മൾ ഫുള്ള് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നടന്നു. പക്ഷെ അപ്പോൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊക്കെ പഠിക്കുമായിരുന്നു സൈലത്തിലുള്ളതുകൊണ്ട്. പിന്നെ സൈലത്തിൽ ഒരു ലൈവ് ക്ലാസ്സും കണ്ടിട്ടില്ല. ഞാൻ ഫുള്ള് റെക്കോർഡറായിട്ടേ കാണാം. ഞാൻ സൈലത്തിൽ മുഴുവൻ ഇതൊന്നും ഞാൻ കണ്ടിട്ട് തന്നെ ഇല്ല. ഞാൻ എന്താ പറയുക, എനിക്ക് വേണ്ടത് മാത്രമേ ഞാൻ കാണാറുണ്ടായിരുന്നുള്ളൂ. ചിലതൊക്കെ നമുക്ക് സ്കൂളിൽ എടുക്കുന്നത് മനസ്സിലാകും. അപ്പോൾ അതൊക്കെ കൊണ്ട് ചിലപ്പോൾ നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകുന്നതൊക്കെ ആകുമ്പോൾ അതൊന്നും ഞാൻ കാണാറില്ല. എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ കാണുള്ളൂ. ഞാൻ കൂടുതലും കോർ സബ്ജക്റ്റാണ് കണ്ടിട്ടുള്ളത്. ഞാൻ ഹിന്ദി, മലയാളം അതൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഇംഗ്ലീഷ് ഞാൻ ചിലതൊക്കെ കാണും, എന്നാലും അത്രയൊന്നും കണ്ടിട്ടില്ല ഇംഗ്ലീഷും. ഞാൻ പിന്നെ മാത്സ് ഞാൻ നല്ലോണം കാണുമായിരുന്നു. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും കാണുമായിരുന്നു. ബയോളജി സോഷ്യലും ഞാൻ കാണുമായിരുന്നു. ബയോളജി ഞാൻ ചിലതൊക്കെ കാണുള്ളൂ അങ്ങനെ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് ഞാൻ ഫുള്ളായിട്ട് കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ നോക്കി അങ്ങനെ രാത്രിയൊക്കെ അത്യാവശ്യം കുറച്ച് നേരം പഠിക്കും. ഞാൻ പിന്നെ 10 മണി വരെ പഠിക്കാറുള്ളൂ. ലേറ്റ് നൈറ്റൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അതായത് ഈ ക്രിസ്മസ് വരെയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. 10 മണിക്കാണ് ഞാൻ കിടന്നുറങ്ങും. പിന്നെ 5 മണിക്ക് എണീക്കും. അങ്ങനെയായിരുന്നു. ചില സമയത്തൊന്നും ഞാൻ എണീക്കില്ല അങ്ങനെ. പിന്നെ ഓണം വെക്കേഷനിലൊന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഫുള്ള് കറങ്ങി അടിച്ച് നടക്കൽ തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ ക്രിസ്മസിന് കലോത്സവം, ശാസ്ത്രമേളയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ക്രിസ്മസ് എക്സാം ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ ബേർഡനായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ സ്കൂളിൽ ലീവൊക്കെ എടുത്തിട്ടുണ്ട് ആ ഒരു എക്സാമിൻ്റെയൊക്കെ ഒരു സമയത്ത്. അങ്ങനെ ലീവൊക്കെ എടുത്ത് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ഇങ്ങനെ പഠിച്ച് വരുമായിരുന്നു. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് നോക്കുകയാണെങ്കിൽ എനിക്ക് ഓണം എക്സാമിനേക്കാൾ മാർക്ക് കുറവായിരുന്നു. വെച്ചാൽ നല്ലോണം കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മയുള്ളൊരു 86 അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ പെർസെൻറ്റേജ് എന്നാണ് തോന്നുന്നത് എനിക്ക്. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ 86ഓ 88ഓ അങ്ങനെ എന്തോ ആയിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതായിരുന്നു എൻ്റെ പെർസെൻറ്റേജ് ക്രിസ്മസിന്. അപ്പോൾ നല്ലോണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മാത്സിനൊക്കെ ആയിരുന്നു നല്ലോണം കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് ഓണം എക്സാമിനൊക്കെ മാത്സിന് A+ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്മസിനായപ്പോഴത്തേക്കും അത് B+ക്കൊക്കെ പോയി തോന്നുന്നു. അപ്പോൾ അത്രയ്ക്കും കുറഞ്ഞു മാത്സിനൊക്കെ. വേറെയിനൊക്കെ കുറഞ്ഞു, ബയോളജിക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആയപ്പോൾ പിന്നെ പെട്ടെന്ന് നല്ല പേടിയൊക്കെ ആയി. പിന്നെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് നമുക്ക് ക്ലാസ് സ്പ്ലിറ്റ് ചെയ്തു. അതിൽ A+ ബാച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ഒരു ഇതായി. അങ്ങനെ പിന്നെ നമുക്ക് പ്രീ മോഡൽ ഉണ്ടായിരുന്നു. പ്രീ മോഡൽ നമ്മുടെ സ്കൂളാണ് നടത്തുന്നത്. അതിന് നമുക്ക് മാർക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം 20 മാർക്കിനോ 25 മാർക്കിനൊക്കെ ആയിരുന്നു. അതിന് എന്തൊക്കെയൊക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ മോഡലിന് എനിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു, ഓൺ എക്സാമിനേക്കാൾ കുറവായിരുന്നു. അങ്ങനെ ഒരു മാർക്കായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ പിന്നെ പേടിയായിട്ടുണ്ടായിരുന്നു.
അങ്ങനെ പിന്നെ ഫൈനൽ എക്സാം ആവാറായി. അങ്ങനെ പിന്നെ നമുക്കൊരു 7-10 ദിവസം മറ്റേ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ലീവ് ഉണ്ടായിരുന്നു. അതിന് നമ്മൾ അത്യാവശ്യം കുറച്ച് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു. അതിന് വന്നിട്ട് ഞാൻ പിന്നെ ആ ഒരു ക്രിസ്മസ് എക്സാം കഴിഞ്ഞത് തൊട്ട് തന്നെ നമ്മുടെ ടൈം ഒന്ന് ചെറുതായിട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. 4:30-4:30ക്കൊക്കെ ചിലപ്പം എണീക്കുമായിരുന്നു. പിന്നെ 10:30-11 അപ്പം അത്ര വരെയൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ ചില സമയത്തൊക്കെ നമുക്ക് കിടന്നിട്ട് ഉറക്കം വരില്ല. അപ്പോൾ ഞാൻ 2-3 മണിക്കൊക്കെ എണീച്ച് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും അങ്ങനെയൊന്നും എണീക്കില്ല. പിന്നെ എനിക്ക് പഠിക്കാനൊരു കൃത്യമായിട്ടുള്ള ടൈമൊന്നുമില്ല. രാവിലെ പഠിക്കണം, രാത്രി പഠിക്കണം, എപ്പോഴെങ്കിലുമൊക്കെ ഇരുന്ന് പഠിക്കും. പിന്നെ എനിക്ക് പഠിക്കാൻ തോന്നുമ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു പഠിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ കൃത്യമായിട്ട് 5 to 7, രാവിലെ 5 to 7, രാത്രി 7 to 10 ആ ഒരു ഇതുണ്ടായിരുന്നു. അതിലും കൂടുതലായിട്ട് പഠിക്കുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചിലപ്പോഴൊക്കെയാണ് അതിലും കൂടുതലായിട്ടൊക്കെ പഠിക്കാറുണ്ടായിരുന്നുള്ളൂ. ഓരോ സബ്ജക്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്കങ്ങനെ ഫേവറേറ്റ് സബ്ജക്റ്റ് അങ്ങനെയൊന്നുമില്ല. എല്ലാം എനിക്ക് എന്താ പറയുക, പഠിക്കേണ്ടേ പറഞ്ഞിട്ട് പഠിക്കുകയാണ്. അപ്പോൾ L1 ഞാൻ ലാംഗ്വേജ് 1 സാൻസ്ക്രിറ്റ് ആയിരുന്നു. അപ്പോൾ സാൻസ്ക്രിറ്റ് വന്നിട്ട് എനിക്ക് അത്യാവശ്യം കുറച്ച് എളുപ്പമുള്ളതാണ്. എനിക്ക് ഭൂരിഭാഗം എല്ലാത്തിലും A+ കിട്ടിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ചിലതൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ലാംഗ്വേജ് വന്നിട്ട് നമുക്ക് ടിപ്പണി ഉണ്ട്. അത് മാത്രമാണ് ഞാനങ്ങനെ കാണാണ്ട് പഠിക്കുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് ഉദാഹരണം ഉണ്ടാവും. പിന്നെ എന്താ പറയുക, നമ്മൾ സാൻസ്ക്രിറ്റൊക്കെ നമുക്ക് എക്സാം ഹാളിൽ പഠിക്കാണ്ട് കയറി എഴുതിയാലും ഒരു A ഗ്രേഡ് to A+ക്കൊക്കെ എത്തിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. നമുക്കതിൽ ഉദാഹരണമൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് വെച്ചിട്ട് എഴുതിയാൽ മതി. പിന്നെ ഞാൻ കൂടുതലും സാൻസ്ക്രിറ്റിനൊന്നും പഠിക്കാനുള്ള ടൈം കൊടുത്തിട്ടില്ല. ഞാൻ സാൻസ്ക്രിറ്റൊക്കെ എല്ലാ എക്സാമിൻ്റെ തലേ ദിവസമായിരിക്കും പഠിക്കുക. നമുക്ക് നമ്മുടെ കോർ സബ്ജക്റ്റ് മാത്രമേ ഞാൻ നല്ല രീതിയിൽ ഫോക്കസ് കൊടുത്തിട്ടുള്ളൂ. ഇതിലേക്കൊന്നും ഞാൻ അത്ര ഫോക്കസ് കൊടുത്തിട്ടില്ല. ഇതൊക്കെ ഞാൻ പബ്ലിക് എക്സാമിൻ്റെയും തലേ ദിവസമൊക്കെയാണ് പഠിച്ചത്. അല്ലാണ്ട് വേറെ നമുക്ക് സീനൊന്നുമില്ല. പിന്നെ L2 മലയാളം 2 പൊതുവേ എനിക്ക് കുറച്ച് ഈസിയാണ്. കാരണം ഞാൻ കുറച്ച് നല്ല രീതിയിൽ തള്ളി വിടും. എനിക്ക് തള്ളാനുള്ള കഴിവ് ഭയങ്കരമായിട്ട് ദൈവം തന്നതുകൊണ്ട്, അതായത് എഴുതുന്നതിൽ കേട്ടോ, അല്ലാണ്ട് ഞാൻ അധികം തള്ളാറില്ല. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ മാത്രമുള്ള ചെറിയ ചെറിയ തള്ളുകളേ ഉള്ളൂ. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തള്ളി, അതായത് കഥ മനസ്സിലാക്കി വയ്ക്കും. ഞാൻ അതും അങ്ങനെ ക്ലാസ്സൊന്നും കാണാറില്ല. പിന്നെ ചോദ്യം വായിച്ച് എന്താ തോന്നുന്നത് അപ്പം അങ്ങനെ എഴുതുന്ന കൂട്ടത്തിലാണ്. പിന്നെ അത്യാവശ്യം നന്നായി എഴുതാൻ പറ്റാറുണ്ട്. എനിക്ക് എല്ലാ എക്സാമിനും ഫുൾ മാർക്കോ അല്ലെങ്കിൽ 39-38 ആ ലെവലിലേക്ക് പോകാറുള്ളൂ. നല്ലൊരു ഇതിൽ ഇങ്ങനെ നല്ല രീതിയിൽ എഴുതും. നിറയെ പേജൊക്കെ എടുത്ത് എഴുതും. അപ്പം അതുകൊണ്ട് അതിന് നമ്മൾ പഠിക്കാനൊന്നും വരെ ഞാൻ അങ്ങനെ കാണാണ്ട് പഠിക്കാറൊന്നുമില്ല. ചിലവരെ കണ്ടിട്ടുണ്ട് ലേബറിൻ്റെ ഒക്കെ നോക്കിയിട്ട് അങ്ങനെ ഫുള്ള് ഒരു ചോദ്യം വായിക്കുന്നിട്ട് ഇത് ഫുള്ള് കാണാണ്ട് പഠിക്കുന്നത്. ഞാനങ്ങനെ പഠിക്കാറൊന്നുമില്ല. ഞാൻ അപ്പം എന്താണോ തോന്നുന്നത് അത് വെച്ചിട്ട് അങ്ങനെ എഴുതും. പിന്നെ ടൈം മാനേജ്മെൻറ്റ് ചോദിച്ചാൽ എനിക്ക് മലയാളത്തിൽ അങ്ങനെ ടൈം തരാണ്ടൊന്നും വന്നിട്ടില്ല. ഏതോ ഒരു എക്സാമിന്, അതായത് 9th പഠിക്കുമ്പോഴൊക്കെ ഏതോ ഒരു എക്സാമിന് മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ. പക്ഷേ എനിക്കങ്ങനെ വരാറില്ല. അതായത് നമ്മൾ ചോദ്യത്തിന് മാർക്കിനനുസരിച്ച് എഴുതുക. 3 മാർക്കിന് ഞാൻ ഫൈനൽ എക്സാമിന് ഇതുവരെ ഞാൻ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ 1 മാർക്കിൻ്റെ എഴുതും. ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഓർഡറിൽ തന്നെ എഴുതും. ഏതെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ലാസ്റ്റിലേക്ക് വയ്ക്കുകയുള്ളൂ. പക്ഷേ ഫൈനൽ എക്സാമിന് ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ആദ്യം 1 വേർഡ് എഴുതി, എന്നിട്ട് ഞാൻ അവസാനത്തെ 7 മാർക്കിൻ്റെ ചോദ്യത്തിൻ്റെ എഴുതി, പിന്നെ 5 മാർക്കിൻ്റെ എഴുതി. അങ്ങനെ ഞാൻ ബാക്കിൽ നിന്നാണ് ഫൈനൽ എക്സാമിന് വന്നത്. പക്ഷേ അതും നല്ലതായിരുന്നു. ഞാൻ നേരത്തെ ചെയ്തപ്പോൾ എനിക്ക് ടൈമിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മലയാളം അങ്ങനെയാണ്. പിന്നെയുള്ള 2 ലാംഗ്വേജ് സബ്ജക്റ്റാണ് ഇംഗ്ലീഷും ഹിന്ദിയും. ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ എനിക്ക് എന്താ പറയുക, കുഴപ്പമില്ലാണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതാൻ അറിയാം. അല്ലാണ്ട് അതിൽ ഫുള്ള് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവും. പക്ഷേ എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതും. പിന്നെ എനിക്ക് ഇംഗ്ലീഷിൽ മിക്കവാറും പോകാറ് ഗ്രാമറാണ്. ഗ്രാമർ നമുക്ക് 20 to 24 മാർക്കിനൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിലാണ് ഫുള്ള് പോകാറ്. പക്ഷേ ഞാൻ പബ്ലിക് എക്സാമൊക്കെ ആകുമ്പോഴത്തേക്കും ഗ്രാമർ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. മോഡൽ എക്സാമിനൊക്കെ എനിക്ക് അത്യാവശ്യം മാർക്ക് കിട്ടി. അതായത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്തതിനേക്കാൾ എനിക്കൊരു 7-8 കിട്ടാറുള്ളൂ. അപ്പോൾ ഇതിൽ വന്നിട്ട് 10, 12, 13, 14 അങ്ങനെയൊക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് മോഡലിൽ. പക്ഷേ പബ്ലിക് എത്തിയപ്പോഴത്തേക്കും എനിക്ക് അധികം അതിൽ കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. കാരണം എൻ്റെ കുറച്ചൊക്കെ തെറ്റി. ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒരു സിമ്പിളായിരുന്നില്ല പബ്ലിക്കിലത്തെ ഗ്രാമർ. പക്ഷേ ഞാൻ ഗ്രാമർ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഡിസ്കോഴ്സസുകളൊക്കെ ഞാൻ എങ്ങനെ പഠിക്കുക വെച്ചാൽ എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് ഞാൻ പഠിക്കും. ഫോർമാറ്റ് പഠിച്ചിട്ട് അങ്ങനെയാണ് എഴുതാറ്. അതും ഞാൻ
നമ്മുടെ ഇംഗ്ലീഷിൻ്റെയൊക്കെ പബ്ലിക് എക്സാം വഴി ഫോർമാറ്റും അധികമൊന്നും പഠിക്കാറില്ലായിരുന്നു. ഞാൻ ഡയറിൻ്റെയും ലെറ്ററിൻ്റെയും മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ പബ്ലിക് ആയപ്പോഴത്തേക്കും എനിക്ക് മോഡലിന് കുറച്ച് മാർക്ക് കുറഞ്ഞപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ അപ്രീസിയേഷൻ്റെയും ഞാൻ ഫോർമാറ്റ് പഠിച്ചിട്ടാണ് എഴുതിയത്. അതായത് നമുക്ക് എല്ലാ അപ്രീസിയേഷനും എഴുതാൻ പറ്റുന്ന മോഡലുണ്ട്. അപ്പോൾ അത് ഞാനൊരു ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് അത് പഠിച്ചിട്ടാണ് ഞാൻ പോയി എഴുതിയത്. അതിൽ നല്ല സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷാണ്. നമ്മളൊക്കെ എഴുതുമ്പോൾ കുറച്ച് മിനിമലായിട്ട് ഇംഗ്ലീഷല്ലേ യൂസ് ചെയ്യുള്ളൂ. അത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതിനുള്ള മാർക്കൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ആയിരുന്നു ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ പാഠത്തിൻ്റെയും അങ്ങനെ നമുക്ക് സൈലത്തിലായാലും ഇങ്ങനെ കിട്ടും. ഒരു പാഠത്തിൻ്റെ മൊത്തം ഇത് കവറായിട്ട് ഇത്ര പോയിൻ്റ് ബേസായിട്ട് ഒരു 8-10 ഇതിനുള്ളിൽ കിട്ടും. അപ്പോൾ അതൊക്കെ പക്ഷേ ഞാൻ അതൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആ കഥ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഉള്ളത് ഇംഗ്ലീഷിലേക്ക് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യും. പിന്നെ നമുക്ക് എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ചില വാക്കുകളൊന്നും കിട്ടില്ല. പക്ഷേ ഞാനത് ഏകദേശം മാച്ച് വരുന്ന വാക്കുകളൊക്കെ എനിക്ക് അറിയുന്ന വെച്ചിട്ടൊക്കെ എഴുതും. പിന്നെ അവർ ഫുള്ളൊന്നും അങ്ങനെ വായിച്ചു നോക്കില്ലല്ലോ, കുറച്ചൊക്കെ വായിച്ചു നോക്കി അങ്ങനെയൊക്കെയാണല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പം വന്നില്ല തോന്നുന്നു. അപ്പോൾ അങ്ങനെ. പക്ഷെ എനിക്ക് മോഡൽ വരെയും എനിക്ക് ഇംഗ്ലീഷിന് A+ കിട്ടിയിട്ടില്ല. ഹൈ ലെവൽ പോയിട്ടുള്ളത് A ഗ്രേഡ് വരെയാണ്. A ഗ്രേഡ് B+, ആ രീതിയിലായിരുന്നു എനിക്ക് ഫൈനൽ വരെയും പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നിട്ട് ഇംഗ്ലീഷ് എനിക്ക് വല്ലാണ്ട് ഉണ്ടാക്കി എഴുതാനൊന്നും അറിയില്ല. പിന്നെ ഹിന്ദി വന്നിട്ട് എനിക്ക് മോഡലിന് മുമ്പ് വരെയും എനിക്ക് ഹിന്ദിയിൽ 2 മാർക്കിൻ്റെ ചോദ്യമില്ലേ, അത് മാത്രമാണ് എനിക്ക് പോവാറ്. കാരണം അത് നമുക്ക് ആ പാഠം അറിയണം, പിന്നെ ഹിന്ദി കുറച്ച് എഴുതാനൊക്കെ അറിയണം. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ഫോർമാറ്റൊക്കെ പഠിച്ചിട്ടും തന്നിട്ടുള്ള നമുക്ക് ഇത്ര ഒരു സ്റ്റാൻസ പോലെയൊക്കെ തരുമല്ലോ, അതൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ 2 മാർക്കിൻ്റെ നമുക്ക് പറ്റില്ല എഴുതാൻ. അപ്പം എനിക്കപ്പോൾ അതിനാണ് ഫുൾ മാർക്ക് പോവാറ്. ഇപ്പോൾ അത് പോയാൽ എനിക്ക് A ഗ്രേഡൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ എനിക്ക് മോഡൽ എക്സാമിന് എനിക്ക് അതിന് B+ഓ B അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും മാർക്ക് കിട്ടുന്നതാണ് പോസ്റ്ററും അതേപോലെ തന്നെ പിരമിഡ്, ബാക്കിയുള്ള സ്റ്റാറൊക്കെ. എനിക്ക് അതിന് വരെ ആ സമയത്ത് മാർക്ക് പോയി. കാരണം ഞാൻ എങ്ങനെയൊക്കെയാണ് എഴുതിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. അങ്ങനെ ഞാൻ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഹിന്ദീൻ്റെ അപ്രീസിയേഷൻ ആയാലും ഞാൻ എപ്പോഴും ഹിന്ദിയുടെയൊക്കെ അപ്രീസിയേഷനൊക്കെ എഴുതുമ്പോൾ ഇത്ര എഴുതാറുണ്ടായിരുന്നുള്ളൂ. ഞാൻ പബ്ലിക്കിന് ഒരു പേജ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഞാൻ അപ്രീസിയേഷൻ്റെ ഫോർമാറ്റ് ഇംഗ്ലീഷിൻ്റെ പഠിച്ച പോലെ തന്നെ ഹിന്ദീൻ്റെയും പഠിച്ചു. അങ്ങനെ പിന്നെ ഞാൻ കഥയൊക്കെ മനസ്സിലാക്കി അത്യാവശ്യം കുറച്ചൊക്കെ അങ്ങനെ പഠിച്ചിട്ട് പോയിട്ടാണ് ഹിന്ദി എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഹിന്ദി കുറച്ച് എളുപ്പമായിരുന്നു പബ്ലിക്കിന്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഐ ടി പിന്നെ പറയാനൊന്നുമില്ല, ഞാൻ പഠിച്ചിട്ടേ ഇല്ല ഐ ടി ഞാൻ പിന്നെ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. തലേദിവസം പോലും ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. പിന്നെ പ്രാക്ടിക്കലാണെങ്കിലും വല്ലാണ്ടൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ അവിടെ പോയി അതായത് ടീച്ചർമാരൊക്കെ ഭയങ്കര ഫ്രീ ആണ്. ഞാൻ ഫസ്റ്റത്തേക്ക് ചെയ്യുമ്പോൾ ഫുള്ള് ചെയ്യാൻ നിന്നപ്പോൾ ഇത് മതി, ഇനി ചെയ്യാൻ കിട്ടുന്നത് മനസ്സിലായിന്ന് പറഞ്ഞിട്ട് അത് സേവ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ രണ്ടാമത്തെയൊക്കെ ഞാൻ പകുതി മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മാർക്ക് കിട്ടാനും പിന്നെ പഠിക്കേണ്ടതായാലും ഞാൻ പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പോയി കറക്കി കുത്തുക തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നിട്ട് ഈ കോർ സബ്ജക്ട്സുകളാണ്. അതായത് നമ്മുടെ ആദ്യം തന്നെ സോഷ്യൽ തുടങ്ങാം. സോഷ്യൽ പറയുകയാണെങ്കിൽ നിറയെ ചാപ്റ്റർ ഉണ്ട്, കടൽ പോലെ നീണ്ട് കിടക്കുന്ന ചാപ്റ്റർ ഉണ്ട്, 17 ചാപ്റ്റർ ഉണ്ട്. അതിൽ നിറയെ പഠിക്കാനുണ്ട്. പക്ഷേ ഞങ്ങളുടെ സോഷ്യൽ ടീച്ചർ ഭയങ്കര അടിപൊളി ടീച്ചറായതുകൊണ്ട് നമ്മൾ അന്നന്നാൾ തന്നെ പഠിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ബേർഡനായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഉണ്ടായിരുന്നു. ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനെ ചോദ്യം ചോദിച്ച് നിൽക്കാനുള്ള സമയമൊന്നും കിട്ടാണ്ടായപ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും കുറച്ച് ദിവസം ലീവ് ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ പഠിച്ചു. പിന്നെ എനിക്ക് സോഷ്യലിൽ എനിക്ക് എപ്പോഴും A+ കിട്ടിയിട്ടുണ്ട്. പിന്നെ മിക്കവാറും എനിക്ക് സോഷ്യലിൽ ഫുൾ മാർക്കൊക്കെ ആയിരുന്നു. അത് ഈ മലയാളത്തിൽ പറഞ്ഞ പോലെ തന്നെ കാര്യം മനസ്സിലാക്കി നമ്മൾ തള്ളിവിടും, അതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പല ഇതിലും നമുക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ അങ്ങനെ എഴുതിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സോഷ്യലിൽ നമ്മൾ കാണാണ്ട് പഠിക്കുന്നതിനേക്കാൾ ബെറ്ററായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഓർമ്മ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് മറന്നു പോകും. പിന്നെ എനിക്ക് അത്യാവശ്യം ബുക്ക് ഫുള്ള് വെള്ളം പോലെയൊക്കെ ആയിരുന്നു. എഴുതാൻ പറ്റുമായിരുന്നു, പറയാൻ അങ്ങനെ പറ്റില്ലെങ്കിലും എഴുതാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി പഠിക്കുക, അത്രയേ ഉള്ളൂ. എനിക്ക് പക്ഷേ സോഷ്യൽ വലിയ ഇഷ്ടമില്ല പഠിക്കാനായതുകൊണ്ട്. നിറയെ നമ്മൾ പഠിച്ച് സ്റ്റോർ ചെയ്ത് വെക്കണമല്ലോ, അതായതുകൊണ്ട് എനിക്കത്ര ഇഷ്ടമല്ല. പക്ഷേ എനിക്കെപ്പോഴും മാർക്ക് കിട്ടുന്നത് സോഷ്യലിലായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇത്തവണത്തെ പബ്ലിക് എക്സാം സോഷ്യൽ ഭയങ്കര ടഫായിരുന്നു. മിക്ക കുട്ടികൾക്ക് A+ ഒക്കെ പോയിട്ടുണ്ടായിരുന്നത് സോഷ്യലിനായിരുന്നു. പക്ഷേ എനിക്ക് അത് വലിയ ടഫായിട്ട് തോന്നിയില്ല.
അതായത് കമ്പാരിറ്റീവ്ലി മോഡൽ വരെയുള്ള എല്ലാ എക്സാമിനെ സംബന്ധിച്ച് നോക്കുമ്പോഴും ടഫായിരുന്നു. പക്ഷേ എനിക്ക് എന്നാലും അത് നമുക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റുന്നതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പലതും തെറ്റിച്ചിട്ടുണ്ട്, അറിയാവുന്നത് പോലും ചെറിയ മിസ്റ്റേക്കൊക്കെ മൂലം തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് എല്ലാവരും പറഞ്ഞ പോലെ ആ ഒരു ടഫ്നെസ് ഉണ്ടായിരുന്നില്ല. എനിക്ക് വേറെ സബ്ജക്റ്റൊക്കെ ആയിരുന്നു, എല്ലാവർക്കും ചിലപ്പോൾ സിമ്പിൾ എന്ന് പറയുന്നതൊക്കെ ആയിരുന്നു എനിക്ക് ടഫ് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്കിനി ബയോളജി നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ബയോളജിയാണ് പണ്ട് തൊട്ടേ. അപ്പോൾ എനിക്ക് ആകെ മറ്റേ പബ്ലിക്കിനെ വെച്ചിട്ട് എന്താ പറയുക, ഓൺ എക്സാമിന് മാത്രമാണ് എനിക്ക് ബയോളജിയിൽ A+ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ബയോളജി പഠിക്കാൻ ഇഷ്ടമല്ല. അത് നമുക്ക് സോഷ്യലാണെങ്കിലും ഉണ്ടാക്കിയൊക്കെ എഴുതാൻ പറ്റും, ബയോളജി അതിനും പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പഠിക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ബയോളജി എനിക്ക് പഠിച്ചാലും എനിക്ക് മൈൻഡിൽ കയറില്ലായിരുന്നു. പിന്നെ അവസാനമായപ്പോഴേക്കും കുറച്ച് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു. പിന്നെ അവസാനമായപ്പോഴേക്കും നമുക്ക് കുറച്ച് ഒഴിവുണ്ടായിരുന്നു, 4-5 ദിവസം മറ്റേ. അപ്പോൾ അതുകൊണ്ട് അത് പഠിച്ച് പിന്നെ എക്സാമും കുറച്ച് സിമ്പിളായിരുന്നു. പണ്ടൊക്കെ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടായിരുന്നു, അതായത് മോഡൽ വരെ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പബ്ലിക്കിന് എത്തിയപ്പോൾ കുറച്ചും കൂടി ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ വന്നിട്ട് ഫിസിക്സ് എനിക്ക് ഏകദേശം മോഡൽ വരെ നല്ല ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ഫിസിക്സ് ആയിരുന്നു. നല്ല രീതിയിൽ A+ ഒക്കെ A കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പബ്ലിക്കിന് എത്തിയപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ കെയർലെസ് മിസ്റ്റേക്ക് മൂലം കുറേ മാർക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ഫിസിക്സ് ഉണ്ടായിരുന്നത്. പിന്നെ കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ മോഡൽ വരെയും നല്ല ടഫായിട്ടുണ്ടായിരുന്ന കെമിസ്ട്രി ആയിരുന്നു. ആൻഡ് കെമിസ്ട്രിയിൽ പക്ഷേ എനിക്ക് മോഡൽ മാത്രമാണ് കുറച്ച് ടഫായിട്ട് തോന്നിയുള്ളൂ. ഓണം ക്രിസ്മസും വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പബ്ലിക്കിനെത്തിയപ്പോഴും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം പഠിച്ചുകൊണ്ടാണെന്നറിയില്ല, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ മാത്സ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മാത്സാണ്. അങ്ങനെ ഇഷ്ടക്കേട് ഇല്ലെങ്കിലും കുറച്ചൊരു ഇഷ്ടമുള്ളത് മാത്സിനോടാണ്. കാരണം നമുക്ക് പഠിച്ച് തലയിൽ കയറ്റാനുള്ളതൊന്നുമില്ലല്ലോ. നമുക്ക് ഇക്വേഷനൊക്കെ കിട്ടി അങ്ങനെ കുറച്ച് നല്ല ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് മാത്സാണ്. പിന്നെ നമുക്ക് മാത്സ് പഠിച്ച് വന്ന് കഴിഞ്ഞെല്ലാം കുറച്ച് ചെയ്യാൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയിരിക്കും മാത്സ് പഠിക്കാൻ. അപ്പോൾ എനിക്ക് അങ്ങനെ 8 തൊട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എനിക്ക് മാത്സിനോട്. പണ്ട് തൊട്ട് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് 7ാം ക്ലാസ്സിൽ എൻ്റെ മാത്സ് എനിക്ക് വലിയ ഇഷ്ടമില്ലായിരുന്നു, അതിൽ ആൾജിബ്രയൊക്കെ ആയിട്ട്. അപ്പോൾ അതോടെ മാത്സ് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പിന്നെ 8ലെത്തിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി ചെയ്യാനൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ മാത്സൊക്കെ ഇഷ്ടമായി. അങ്ങനെയായിരുന്നു. പിന്നെ മാത്സിൻ്റെ പബ്ലിക് എക്സാം ആയാലും 3 മറ്റു ചോദ്യമാണ് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ ഒരുവിധം കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതൊക്കെയായിരുന്നു എൻ്റെ മൊത്തത്തിൽ എൻ്റെ ഇതെന്ന് പറയുമ്പോൾ. പിന്നെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനപ്പോൾ അന്നനാൾ പഠിക്കില്ല, അത് വേറെ കാര്യം. ഞാൻ എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പ് അങ്ങനെയൊക്കെയായിരുന്നു തുടങ്ങുക. എന്നിട്ട് ഞാനൊരു പ്ലാനിങ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ പഠിക്കുമായിരുന്നു. പിന്നെ നമുക്ക് ടഫുള്ള സബ്ജക്റ്റിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. ടഫുള്ളതിന് ഇമ്പോർട്ടൻസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഈസിയാവും. പിന്നെ നമുക്ക് ഈസിയുള്ളത് പഠിക്കാൻ കുറച്ച് ടൈം മതിയാവുമല്ലോ. അപ്പോൾ അങ്ങനെയായിരുന്നു പഠിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോഴൊക്കെ ഭയങ്കര ഊർജ്ജമായിരിക്കും നമുക്ക് പഠിക്കാനൊക്കെ, പക്ഷെ നമുക്ക് അവസാനം എത്തുമ്പോഴത്തേക്കും ഭയങ്കര മടുപ്പാകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ചായിട്ട് തുടങ്ങുക. എന്നിട്ട് നമ്മുടെ ഫുൾ എനർജി നമുക്ക് അവസാനത്തെ മണിക്കൂറിന് കൊടുക്കുക. അതായത് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകുന്നേരം കുട ഉടച്ചു എന്നുള്ള എന്തൊക്കെയോ ഒരു ചൊല്ലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. നമ്മൾ ഇപ്പം കുറച്ച് റെസ്റ്റൊക്കെ എത്തും അങ്ങനെയൊക്കെ ഒന്ന് പഠിച്ചു തുടങ്ങുക ആദ്യമൊക്കെ. പിന്നെ നമ്മൾ എത്രത്തോളം ഫസ്റ്റ് മന്തൊക്കെ പഠിച്ചു എന്നതിലല്ല, നമ്മൾ ഫസ്റ്റ് മന്ത് പഠിച്ചോ പഠിച്ചില്ല എന്നുള്ളതിലല്ല, അവസാനത്തെ 3 മന്തിൽ നമ്മൾ എങ്ങനെ പഠിക്കുമോ അതിലിരിക്കും നമ്മുടെ റിസൾട്ട്. അപ്പം അതാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് 7 മന്ത് നമ്മൾ പഠിച്ചാലും ഇല്ലെങ്കിലും അവസാനത്തെ 3 മന്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന പോലെയാവും നമ്മുടെ റിസൾട്ട്. പക്ഷേ അത് പറഞ്ഞിട്ട് ആദ്യത്തെ 7 മന്ത് പഠിക്കാണ്ടിരിക്കാനല്ല. അതായത് ഞങ്ങളുടെ മുമ്പ് ഉള്ള ബാച്ചുകാർ വരെ ഉള്ളവർ പറയും ലാസ്റ്റ് 3 മന്ത് പഠിച്ചാൽ മതിയെന്ന്. പക്ഷേ ഞാൻ പറയുമ്പോൾ, അതായത് ഈ ബാച്ചിൽ ഒരു SSLC എഴുതിയ കുട്ടി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുമ്പോൾ, ആദ്യത്തെ ഒരു 3 മന്ത് ഓണം എക്സാം വരെ നമ്മൾ കളിച്ച് നടന്നാലും പിന്നെയുള്ള 7 മന്ത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുക. ഞങ്ങൾക്ക് പക്ഷെ അങ്ങനെയായിരുന്നില്ല. ഞങ്ങൾക്ക് ആ ഒരു 10 മന്തും പഠിച്ചാലായിരുന്നു ഞങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിരുന്നത്. പക്ഷെ നിങ്ങൾക്കാകുമ്പോഴത്തേക്കും എന്തോ 25% മറ്റേ സിലബസ് കുറയ്ക്കും എന്നൊക്കെ പറയുന്നത് കേട്ടു. പിന്നെ ടീച്ചർമാർക്കായാലും
ഒരു വർഷമെങ്കിലും പഠിച്ചിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. പിന്നെയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തെയെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല ഒരു ലാസ്റ്റ് 7 മന്തൊക്കെ ഒന്ന് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പഠിക്കേണ്ടത്. പിന്നെ മാത്സ് പഠിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്സ് നല്ല രീതിയിൽ ചെയ്ത് പഠിക്കാം. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്മസിനൊക്കെ മാത്സിന് മാർക്ക് കുറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓണം എക്സാമിനൊക്കെ നല്ല രീതിയിൽ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ബുക്കും മറ്റേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്ത് പഠിക്കാൻ വേണ്ടി മാത്രം. പക്ഷേ ഞാൻ ക്രിസ്മസിന് എത്തിയപ്പോഴത്തേക്കും നല്ല രീതിയിലൊക്കെ ചെയ്ത് പഠിച്ചു. പക്ഷേ ഓണം എക്സാമിൻ്റെ പോർഷൻസ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെനിക്ക് ഫുൾ മറന്നു പോയി. എന്നിട്ട് എനിക്ക് അവിടുത്തെ ഓണം എക്സാമിൻ്റെ ഉള്ള പോർഷനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് എനിക്ക് മാത്സിന് മാർക്ക് പോയത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഞാൻ റിവിഷൻ അത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് വലിയ ഇഷ്ടമല്ല റിവിഷൻ ചെയ്യാൻ. കാരണം നമ്മൾ അപ്പോൾ പഠിച്ചിട്ട് നല്ല രീതിയിലൊക്കെ പഠിച്ച് നമ്മൾ പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ എനിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിവിഷൻ ചെയ്യാണ്ടിരുന്നത്. പക്ഷേ റിവിഷൻ നമ്മൾ ചെയ്യണം. അത് നല്ല രീതിയിൽ നമ്മളത് ഓർത്ത് മെമ്മറി ഇതിനൊക്കെ യൂസാകും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മൊത്തത്തിലുള്ളൊരു SSLC എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, സ്റ്റഡീസ് ബേസ്ഡ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ അടുത്ത വീഡിയോ എന്താ വേണ്ടതെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എൻ്റെ ഒരു സമയത്തിനൊക്കെ വെച്ച് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ +1 അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ടൈം കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബൈ ബൈ.